കണ്ടല്ലോ നിങ്ങൾ പ്ലാച്ചിനെ കണ്ടല്ലോ. പ്ലാച്ചിയിൽ ഞാൻ എന്നെ പോലെ പറഞ്ഞു ഇതിന് പവർ ഉണ്ടെന്ന് പറഞ്ഞ് അത് പവർ നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് ആർക്കെങ്കിലും ബോധ്യപ്പെടണം. അന്നേരം ഈ തകിട് ഞാൻ ഇതേപോലെ തകിടുകൾ തിരിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെയുള്ള തകിടുകൾ അറിയാവുന്നവൻ എഴുതിയാണെങ്കിൽ അവന് കൂടുതൽ ശക്തി പ്രാപിക്കും. അപ്പൊ അത് ആ പാവയ്ക്കുള്ളിൽ എന്തെങ്കിലും ഉണ്ടാവുമല്ലേ? ആ പാവം നമ്മുടെ കിട്ടിയിട്ടില്ലല്ലോ. കിട്ടിയില്ല. ഇനി ഉണ്ടെങ്കിൽ തരുമോ? തരുമോ? ഉണ്ടെങ്കിൽ തരുമോ? അതെന്താ തരാത്ത? അതിന് ബിഗ് ബോസിന് ശേഷം പ്ലാച്ചി പിന്നെ കണ്ടിട്ടില്ലല്ലോ. കണ്ടിട്ടില്ല. ആ തൂണിലിരിക്കണ ഇതേപോലെ ബ്ലാക്ക് മാജിക്കിന്റെ അവിടെ നിന്ന് എടുത്തിട്ട് വന്നത്. ആ തൂണിന്റെ അവിടെ ഒരു ഇരിക്കണ എടുക്കാവോ? ആ ഇത് ഞാനൊരു വീട്ടിൽ ഒരു വിഷയം എടുത്തപ്പോൾ കിട്ടിയത്. അതിനകത്ത് വേറെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് റിമൂവ് ചെയ്ത് പിള്ളേർക്ക് കളിക്കാൻ കൊടുക്കുക. അന്നേരം ഇതേപോലെയുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്തൊക്കെ ചെയ്ത് നമ്മുടെ വീടുകളിൽ ഒരു പുനഃവാസ്തുവിലൊക്കെ ചെയ്ത് നമ്മൾ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി ഒരു വീടൊക്കെ വെച്ച് നമ്മൾ നല്ല ജീവിതങ്ങളൊക്കെ ഉണ്ടാകുമെന്നും പറഞ്ഞ് നമ്മളൊരു വീട് വെക്കാൻ എല്ലാവരെയൊക്കെ വിളിച്ച് പാല് കാച്ചിന് വരും. ഇവർ ഓരോ ഗിഫ്റ്റുകളൊക്കെ കൊണ്ടുവരും. ഈ ഗിഫ്റ്റിനകത്ത് നമ്മളോട് ശത്രുഭാവം ഉള്ളവൻ, നമ്മൾ നന്നാകണത് ഇഷ്ടപ്പെടാത്തവരായിട്ടുള്ളവൻ, അറിയാവുന്നവർ ഇതേപോലെ ഒരു തകിട് ചെയ്ത് ഇതേപോലെയുള്ള ഒരു ഭംഗിക്കുള്ള ഇതാരെയും കളയരുതെന്നും പറഞ്ഞ് കൊണ്ടുവന്ന് വീട്ടിൽ വെച്ച് തരും. പിറ്റേ ദിവസം തുടങ്ങും അവരുടെ വീട്ടിലെ വിഷയങ്ങൾ. ഭാര്യ ഭർത്താവിൻ്റെ തലക്കിട്ടടിച്ച് അവിടെ കൊലപാതകം നടന്ന് രണ്ട് വഴിക്കായി പിള്ളേരെ എടുത്ത് ദൂരെ എറിഞ്ഞ്